മഴ തോരും മുൻപേ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മാമച്ചന്റെ വീട്ടിൽ നിന്നും ബബിതയെ കൂട്ടിക്കൊണ്ടുവരുവാൻ വൈജയന്തി ശിവശങ്കരമേനോനൊപ്പം പുറപ്പെട്ടു. പക്ഷേ അവർ വീട്ടിലേക്ക് കയറിയില്ല. ബബിതയെ വിളിക്കുവാൻ ആ വീട്ടിലേക്ക് ശിവശങ്കരമേനോൻ കയറിപ്പോകുമ്പോൾ വൈജയന്തി പുറത്തുള്ള കാറിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ശിവശങ്കരമേനോൻ വളരെ നിർബന്ധിച്ചിട്ടും ബബിത അയാൾക്കൊപ്പം പോകുവാൻ തയ്യാറായില്ല. അവൾ പറയുന്നത്, പെട്ടെന്ന് അങ്കിൾ ഇങ്ങോട്ട് ഓടി വന്നിട്ട് ഞാൻ കൂടെ വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് വരാൻ പറ്റുന്നത്? എനിക്ക് പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ സാധനങ്ങളൊക്കെ കുളത്തുപ്പുഴയിൽ കിടക്കുകയാണ്. എനിക്ക് അവിടെ ചെന്നത് എടുക്കുകയും അലിയുടെ ചേച്ചിയോട് യാത്ര പറയുകയും ഒക്കെ ചെയ്യണം. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ വരാൻ പറ്റില്ല. അപ്പോൾ ശിവശങ്കരമേനോൻ, ഒരു കാര്യം ചെയ്, നീ അത് നിന്റെ അമ്മയോട് നേരിട്ടങ്ങ് പറഞ്ഞേക്ക്. അവൾ പുറത്ത് കാറിലുണ്ട്. അത് കേട്ടപ്പോഴേക്കും ബബിത ഉൾപ്പെടെ എല്ലാവരും സ്തബ്ധരായിപ്പോയി. ഉടനെ ഗ്രേസമ്മ ഇടപെട്ടിട്ട് ചോദിക്കുകയാണ്, അതെന്തിനാ കാറിലിരിക്കുന്നത്? ഇങ്ങോട്ട് വരില്ലേ? ഞങ്ങളൊക്കെ മനുഷ്യരാണ്, കൂട്ടിക്കൊണ്ടുപോവാ ഇങ്ങോട്ട്. ശിവശങ്കരമേനോൻ ധർമ്മസങ്കടത്തിലായി. ഗ്രേസമ്മ ഇറങ്ങി കാറിനരികിലേക്ക് നടന്നു. പിന്നാലെ മാമച്ചനും പോയി. ഉടൻ തന്നെ സ്തംഭിച്ചു നിന്ന ബബിതയെ കൂട്ടിക്കൊണ്ട് രേവതിക്കുട്ടിയും കാറിനരികിലേക്ക് പോയി. വീടിന്റെ വാതിക്കൽ വരെ വന്നിട്ടും ഇവിടേക്ക് കയറാതെ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നതിൽ ഗ്രേസമ്മ വൈജയന്തിയോട് പരിഭവം പറയുകയും തുടർന്ന് അവരെ വിളിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് വരികയും ചെയ്തു. എന്നാൽ ആ വീടിനുള്ളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ വൈജയന്തി കണ്ടു, കോണിപ്പടിക്ക് മുകളിൽ ലോബിയിൽ സ്റ്റീൽ ഗ്രില്ലിനു മീതെ കൈകളൂന്നി അല്പം മുൻപോട്ട് കുനിഞ്ഞു നിൽക്കുന്നയാളിനെ. സ്റ്റാൻലി ജോസഫ്. വൈജയന്തിയുടെ പാദങ്ങൾ നിശ്ചലമായി. നെഞ്ചിനു കുറുകെ ഒരു കൊള്ളിയാൻ മിന്നി. പതിറ്റാണ്ടുകളായി മനസ്സിന്റെ ശവക്കല്ലറകളിൽ നിഗൂഹനം ചെയ്തിരുന്ന വേദനകളെയും സ്നേഹവൈരങ്ങളെയും ആനന്ദാനുഭൂതികളെയുമെല്ലാം വീണ്ടും ഉജ്ജ്വലമായി പ്രകാശിപ്പിച്ചുകൊണ്ട് ഓർമ്മകളുടെ ഒരു ഇടിമിന്നൽ. ഹോട്ടലിൽ വെച്ചുണ്ടായ കൂടിക്കാഴ്ച ഒരു നടുക്കം മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ മരിച്ചുപോയ ഒരാളെ പട്ടാപ്പകൽ നടുറോഡിൽ വെച്ച് കണ്ടാലെന്ന പോലെ ഇപ്പോൾ പോയ കാലങ്ങളുടെ സൂര്യ വെളിച്ചമേറ്റ് വൈജയന്തിക്ക് കണ്ണു മഞ്ചുകയാണ്. എന്താ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് കയറി വന്നിരിക്ക്. ഗ്രേസമ്മ വിളിച്ചപ്പോൾ വൈജയന്തി വല്ലാതെ പതറി. അവർ ചിന്തിക്കുകയാണ്, ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത നാടകമാണോ? ഇവിടെ അവഹേളിക്കപ്പെടുവാനും അപമാനിക്കപ്പെടുവാനും പോകുന്ന കഥാപാത്രമാണോ താൻ? ഇതിൻ്റെ എല്ലാം പിൻപിൽ ദുർമന്ത്രവാദിക്ക് സമനായ ഏതോ കുശാഗ്രബുദ്ധിയുടെ ഗൂഢാലോചനയില്ലേ? സംശയത്തോടെയാണ് വൈജയന്തി ഗ്രേസമ്മ ചൂണ്ടിക്കാട്ടിയ സോഫയിലിരുന്നത്. ശിവശങ്കരമേനോനും മാമച്ചനും കൂടി ഒന്നിച്ച് ഹാളിലേക്ക് കയറി വന്നു. ശിവശങ്കരമേനോന് ആദ്യത്തെ കാഴ്ചയിൽ സ്റ്റാൻലിയെ മനസ്സിലായില്ല. അയാൾ ഒറ്റത്തവണയെ കണ്ടിട്ടുള്ളൂ. സ്റ്റാൻലിയും ഒരു പ്രാവശ്യം മാത്രമേ ശിവശങ്കരമേനോനെയും കണ്ടിട്ടുള്ളൂ. എങ്കിലും പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. 23 വർഷം മുമ്പ് ജയന്തിയെ തേടി സ്റ്റാൻലി കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലെത്തിയപ്പോൾ അധിക്ഷേപിച്ച് തിരിച്ചയക്കുവാൻ കുഞ്ഞിരാമൻ മേനോനോടൊപ്പം തിളച്ചു നിന്നത് ശിവശങ്കരമേനോനായിരുന്നു. വൈജയന്തി ഇരുന്ന സോഫയിൽ തന്നെ ശിവശങ്കരമേനോനും ഇരുന്നു. രേവതിക്കുട്ടി രണ്ടുപേരെയും മാറി മാറി നോക്കിയിട്ട് ചോദിക്കുകയാണ്, കുടിക്കാൻ എന്താണ് വേണ്ടത്? ചായയാണോ കോഫിയാണോ? അപ്പോൾ വൈജയന്തി, ഒന്നും വേണ്ട. അയ്യോ, അത് പറ്റില്ല. ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ആരെയും ഞങ്ങൾ വിടാറില്ല. അപ്പോൾ ബബിത രേവതിക്കുട്ടിയോട് പറയുകയാണ്, അമ്മയ്ക്ക് ചായ മധുരം കുറച്ച്, അങ്കിളിന് കോഫി മധുരം വേണ്ട. ഓക്കെ, ഇതാ റെഡി. രേവതിക്കുട്ടി കിച്ചണിലേക്ക് ഓടി. വൈജയന്തി ഇരുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഞെളിപിരി കൊള്ളുകയാണ്. ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ള ചിന്ത. സ്റ്റാൻലി ഇവിടെ ഉണ്ടാവുമെന്ന് അവരൊട്ടും വിചാരിച്ചിരുന്നതേയില്ല. ആരെയും അഭിമുഖീകരിക്കേണ്ടി വരരുത് എന്ന് കരുതിയാണ് ശിവേട്ടനെ വീട്ടിലേക്ക് കയറ്റിവിട്ടത്. ശിവേട്ടൻ പോലും ഒരു മുന്നറിയിപ്പ് തന്നില്ല. തന്നിരുന്നെങ്കിൽ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കില്ലായിരുന്നു. വൈജയന്തിയുടെ ചിന്തകൾ വീണ്ടും കാട് കയറുകയാണ്. സ്റ്റാൻലി 2 ദിവസമായി ഇവിടെ തന്നെ ഉണ്ടോ? ബബിതയും സ്റ്റാൻലിയും തമ്മിൽ കൂടുതൽ സംസാരിക്കാനും അടുക്കാനും അവസരം കിട്ടിയിട്ടുണ്ടാവുമോ? പാലാ സ്വദേശിയാണ് താനെന്നും കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലെ വൈജയന്തിയാണ് തൻ്റെ അമ്മയെന്നും ബബിത സ്റ്റാൻലിയോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പോൾ സ്റ്റാൻലി വൈജയന്തിയെ താൻ അറിയുമല്ലോ. ഞങ്ങൾ ആഗ്രയിൽ ഒന്നിച്ചായിരുന്നല്ലോ എന്ന് വെളിപ്പെടുത്തി കാണുമോ? സ്വന്തം മകളുടെ മുമ്പിൽ ചെറുതാകുന്നിടത്തോളം വലിയൊരു അപമാനം വേറെ ഇല്ല എന്ന് വൈജയന്തി പാരവശ്യത്തോടെ ഓർത്തു. സ്റ്റാൻലിക്ക് വേണമെങ്കിൽ ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരാം. തൻ്റെ മുൻപിൽ വന്നു എന്ന് പറയാം. ആരിത്? വൈജയന്തിയോ? ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. മാമച്ചനും ഗ്രേസമ്മയ്ക്കും അറിയുമോ ഇതാരാണെന്ന്? ഞങ്ങൾ ആഗ്രയിൽ വെച്ച് പ്രേമിച്ചിട്ടുണ്ട്, ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. അന്ന് ഗർഭിണിയായിരുന്നു. ബൈ ദ ബൈ, ആ കുട്ടി എവിടെ വൈജയന്തി? എന്തായാലും പ്രസവിച്ചു കാണുമല്ലോ. എല്ലാവരും അന്താളിച്ച് തൻ്റെ നേരെ നോക്കുന്നു, സ്റ്റാൻലിയെ നോക്കുന്നു. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? ബബിത ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. വൈജയന്തി വല്ലാതെ അസ്വസ്ഥപ്പെടുകയാണ്. വയ്യ, ഇവിടെ ഇനി ഇരിക്കാൻ വയ്യ. വൈജയന്തി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് ചോദിക്കുകയാണ്, ബബിതേ, നീ വരുന്നുണ്ടോ ഇല്ലയോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ? എന്തുപറ്റി? ഞാൻ അലീന ചേച്ചിയോടൊന്ന് ചോദിക്കട്ടെ? ബബിത അമ്പരപ്പ് പ്രകടിപ്പിക്കുകയാണ്. ഉടനെ ശിവശങ്കരമേനോൻ ശാന്തമായി വൈജയന്തിയോട് പറയുകയാണ്, വൈജയന്തി, നീ ഇരിക്കേ. സോഫയിൽ നിറയെ സൂചിമുനകൾ. വൈജയന്തി അവയ്ക്ക് മീതെ ഇരിക്കുകയാണ്. ബബിത ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും സ്റ്റാൻലി ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ബബിത തൻ്റെ മകളാണെന്ന്. അത്രയ്ക്കുണ്ട് രൂപസാദൃശ്യം. തൻ്റെ മകൾ തന്നെ പോലെ ഇരിക്കണമെന്ന് താൻ പോലും ആഗ്രഹിച്ചിട്ടില്ല.
അത് ആഗ്രഹിച്ചത് ഒരേ ഒരാൾ മാത്രമാണ്, സ്റ്റാൻലി. സ്റ്റാൻലിക്ക് പെൺകുഞ്ഞുണ്ടാകുവാനായിരുന്നു ആഗ്രഹം. തനിക്കാണെങ്കിൽ സ്റ്റാൻലിയെ പോലെ ഒരാൺകുട്ടി മതിയായിരുന്നു. ഒരു കൊച്ചു സ്റ്റാൻലി, 6.25 പൊക്കക്കാരനെ ഇത്തിരി പോന്ന ഒരു കൊച്ചു കുഞ്ഞായി കയ്യിൽ കെട്ടുക, അവനെ ലാളിക്കുക, കൊഞ്ചിക്കുക, ചുമലിലിട്ട് നടക്കുക, ഉള്ളം കയ്യിൽ വെച്ച് വളർത്തുക. അതൊരു മായിക സ്വപ്നമായിരുന്നു. ഓർമ്മകൾ വീണ്ടും പിന്നിലേക്ക് പോവുകയാണ്. സ്റ്റാൻലി പറയുന്നു, ഇതൊരു പെൺകുരുന്നു തന്നെ. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു പെണ്ണാണെന്ന്. അമ്മച്ചി എങ്ങനെ തിരിച്ചറിഞ്ഞു? അമ്മച്ചിയുടെ മോൻ അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണിൻ്റെ കൂടെയാണെന്നോ അവൾ ഗർഭിണിയാണെന്നോ അമ്മച്ചിക്ക് അറിയില്ലല്ലോ. ആ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ കാര്യമാണെന്നാണ് അമ്മച്ചിയോട് പറഞ്ഞത്. എന്നാലും അമ്മച്ചിക്ക് എങ്ങനെ പറയാൻ പറ്റും ഇത് പെൺകുഞ്ഞാണെന്ന്? ലക്ഷണങ്ങൾ കേട്ടിട്ട് പറഞ്ഞതാണ്. വയറു വലുതാണോടാ ലാലിച്ച എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് തോന്നുന്നുവെന്ന്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എന്നാൽ പിന്നെ നിന്റെ കൂട്ടുകാരനോട് പറ പെൺകൊച്ചാണെന്ന്. അത് ആൺകുട്ടിയായിരുന്നോ അതോ പെൺകുട്ടിയായിരുന്നോ അതുപോലും താൻ ആരോടും ചോദിച്ചിട്ടില്ല. മരിച്ചാണ് ജനിച്ചത് എന്നറിഞ്ഞപ്പോഴുണ്ടായ ഷോക്ക് അത്ര കനത്തതായിരുന്നു. പെൺകുഞ്ഞുണ്ടാകുവാൻ വേണ്ടി കൊതിച്ചയാൾ എവിടെയോ പോയി ഒളിച്ചു. ചോദിക്കേണ്ടതാണ് ഇവരുടെ മുൻപിൽ വെച്ച്, ഇവരെ പോലെ തന്നെ അനേകായിരങ്ങളുടെ മുൻപിൽ വെച്ച്. നിങ്ങളെ മാത്രം വിശ്വസിച്ച് ജോലി പോലും രാജിവെച്ച് നിങ്ങളോടൊപ്പം ഇറങ്ങി വന്ന് ജീവിതം തുടങ്ങിവെച്ച വൈജയന്തി എന്ന പെണ്ണിനെ ഓർമ്മയുണ്ടോ? 8 മാസം ഗർഭിണിയായിരുന്ന അവളെ അറിയാത്തൊരു സ്ഥലത്ത് വാടക വീട്ടിൽ ഒരു വേലക്കാരി പെണ്ണിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിട്ടുകളഞ്ഞ നിങ്ങൾ എവിടെയായിരുന്നു 24 വർഷം? അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോ? അവൾക്കും അവൾ പ്രസവിച്ച കുഞ്ഞിനും എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞോ? ഇനിയുമുണ്ട് ആയിരം ചോദ്യങ്ങൾ. വൈജയന്തി സോഫയിലിരുന്ന് ചെറുതായി കിതച്ചു. ധർമ്മരോഷത്തിൻ്റെ പ്രക്ഷുബ്ധ സമുദ്രം അവളുടെ ഹൃദയത്തിനുള്ളിൽ തന്നെ അലയടിച്ചൊടുങ്ങി. വേണ്ട, ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഒരിക്കലും നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ തിരിച്ചു നൽകുവാൻ കഴിയില്ല. പകരം കുറച്ച് നഷ്ടം കൂടി വരുത്തി വെക്കാനേ സാധിക്കൂ. ഈ ചോദ്യങ്ങൾ തൻ്റെ ജന്മത്തോടൊപ്പം മനസ്സിൽ നിന്ന് നീറി ദഹിച്ചു പോകട്ടെ. വൈജയന്തി മെല്ലെ ആശ്വസിക്കുകയാണ്. രേവതിക്കുട്ടി ട്രേയിൽ ചായയും കാപ്പിയും കൊണ്ടുവന്ന് ശിവശങ്കര മേനോനും വൈജയന്തിക്കും കൊടുത്തു. പെട്ടെന്ന് ഗ്രേസമ്മ അവളെ ശാസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇവിടാണോടി ചായ കൊടുക്കുന്നത്? ആ ഡൈനിങ് ടേബിളിലേക്ക് വെക്ക്. സ്നാക്സ് എന്തെങ്കിലും കൂടി എടുത്തു വെക്ക്. ഇതൊക്കെ പ്രത്യേകം നിന്നോട് പറയണോ? ഉടനെ ശിവശങ്കര മേനോൻ, ഒന്നും വേണ്ട, ഈ കോഫി തന്നെ ധാരാളമാണ്. വൈജയന്തി ഒരു കവിൾ ചായ കുടിച്ചിട്ട് കപ്പ് ടീപ്പോയ്മേൽ വെച്ചു. എന്നിട്ട് ബബിതയോട് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, നീ എന്താ ഇങ്ങനെ മരം പോലെ നിൽക്കുന്നത്? ഉടനെ ബബിത പറയുകയാണ്, ഞാൻ ഇപ്പം തന്നെ അലീന ചേച്ചിയെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ. ബബിത മൊബൈൽ ഫോണും എടുത്ത് രേവതിക്കുട്ടിയുടെ മുറിയിലേക്ക് പോയി. അപ്പോൾ തന്നെ അവൾ അലീനയെ വിളിച്ച് ആവേശത്തോടെ പറയുകയാണ്, ചേച്ചി, അമ്മയും അങ്കിളും വന്നിട്ടുണ്ട്. ആ, ഇവിടെ മാമച്ചനങ്കിളുടെ വീട്ടിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. നേരാണോടി? പപ്പയില്ലേ അവിടെ? ഉണ്ടെന്നേ. അമ്മ പപ്പയെ കണ്ടതോടെ ആകെ അപ്സെറ്റായിട്ടിരിക്കുകയാണ്. ബബിത ആദ്യം മുതൽ വള്ളിപ്പുള്ളി വിടാതെ എല്ലാം വിസ്തരിച്ചു. ഷോ, ഞാനും കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അലീനയുടെ സ്വരത്തിലെ ഇച്ഛാഭംഗം ബബിതയ്ക്ക് വ്യക്തമായി മനസ്സിലായി. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് രണ്ടുപേരെയും ഒരുമിച്ചൊന്ന് കാണാമായിരുന്നല്ലോ. ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്നറിയുമോ? രണ്ടുപേരുടെയും നടുക്ക് കയറി നിന്ന് ഒരു ഫോട്ടോ എടുക്കാമായിരുന്നല്ലോ എന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ അലീന ചേച്ചി ഒന്നും നടക്കില്ല. ഒരാൾ ബാൽക്കണിയിലാ, മറ്റേയാൾ താഴെയും. തമ്മിൽ കണ്ടെന്ന് മാത്രം പറയാം, അത്രേ ഉള്ളൂ. മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. നിനക്ക് പപ്പയെ വിളിച്ച് താഴേക്ക് കൊണ്ടുപോയി അമ്മയ്ക്കും അങ്കിളിനും കൂടി ഒന്നും അറിയാത്തതുപോലെ ഒന്ന് പരിചയപ്പെടുത്തിക്കൂടെ? അയ്യോ, ഞാനോ? എനിക്ക് പേടിയാ പപ്പയെടുത്ത് പറയാൻ. പപ്പയ്ക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, ഞാൻ കണ്ടതാ ആ അസിസ്റ്റന്റ് കമ്മീഷണറുടെ അടുത്ത്. ഞാൻ മാത്രമല്ല, അങ്ങേരും കൂടി നടുങ്ങിപ്പോയി. എൻ്റെ ഈശ്വര, ഇതൊക്കെ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പപ്പയുടെ അടുത്ത് ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പോലും പോകത്തില്ലായിരുന്നു. എന്താ ശൗര്യം! പപ്പയ്ക്ക് ഈ പോലീസിനെ ഒന്നും ഒരു പേടിയില്ല. പപ്പ എന്തിനാ പേടിക്കുന്നേ? പപ്പ കുറ്റവാളിയൊന്നും അല്ലല്ലോ. മാത്രവുമല്ല, ലെഫ്റ്റനന്റ് കേണൽ എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ഒരു DIG റാങ്കിനൊക്കെ ഒപ്പം വരുമെന്നാണ് പപ്പ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഇനി പപ്പയുടെ അടുത്ത് കളിതമാശയ്ക്ക് ഒന്നും ഞാനില്ല. ഇത്രയും ദിവസം എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാതിരുന്നത് തന്നെ ഭാഗ്യം. അത് ഭാഗ്യമൊന്നും അല്ല മോളെ, വൈജയന്തിയെ ഓർത്തിട്ട് പപ്പ അനുവദിച്ചു തന്ന സ്പെഷ്യൽ ബോണസാ. ആ ചേച്ചി, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അവരെന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ അവരുടെ കൂടെ പോകണോ വേണ്ടയോ? പോവണ്ടെന്ന് അലീന ചേച്ചി പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് അമ്മയോടും അങ്കിളിനോടും പറയാമല്ലോ അലീന ചേച്ചി സമ്മതിക്കത്തില്ലെന്ന്. ഉടനെ അലീന പറയുകയാണ്, നീ അവരുടെ കൂടെ പോകണം മോളെ. ഞാൻ അത്രയ്ക്കും ഭാരമായോ ചേച്ചി? ഭാരമായിട്ടൊന്നും അല്ല. വേണ്ട, എനിക്കറിയാം എന്നെ ചുമന്നും അടുത്ത് കാണും. എങ്ങനെയാ ഒഴിവാക്കേണ്ടതെന്ന് ആലോചിച്ച് തല പുണ്ണാക്കുമ്പോഴാ അമ്മയുടെയും അങ്കിളിൻ്റെയും വരവ്. അതല്ലേ ചേച്ചി സത്യം? പിന്നെ നിന്നെ ഒഴിവാക്കിയിട്ട് വേണമല്ലോ എനിക്കിവിടെ ബിരിയാണി കട്ട് തിന്നാൻ. സത്യം പറഞ്ഞാൽ നീ എന്നെ അല്ലേടി ചുമന്നുകൊണ്ട് നടന്നത്. എനിക്ക് വേണ്ടി നീ എന്തെല്ലാം ചെയ്തു. യാതൊരു കടപ്പാടുമില്ലാഞ്ഞിട്ടും നീ എൻ്റെ പപ്പയുടെ കുടുംബത്തിനു വേണ്ടി ഒരു ദാസിയെ പോലെ പണിയെടുത്തില്ലേ? ചേച്ചി ഇതൊക്കെ ചുമ്മാ പറയുക. എന്നെ സോപ്പിട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയല്ലേ? അല്ല മോളൂ,
നിന്നെ എനിക്ക് അനുജത്തിയായി കിട്ടിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത ദിവസങ്ങളായിരുന്നു അതെല്ലാം. ചേച്ചി, ഞാൻ പോകത്തില്ല. എന്നോട് പോവാൻ പറയല്ലേ. ബബിത കെഞ്ചുകയാണ്. മോളെ, കുറച്ച് ദിവസത്തേക്ക്. അപ്പോഴേക്കും ഞാനും എൻ്റെ ജോലിയൊക്കെ ഒതുക്കും. ഷേ, ഈ ചേച്ചിയോട് ചോദിക്കാൻ പോയത് എൻ്റെ മണ്ടത്തരം. ഞാൻ ഓർത്തില്ല കേട്ടോ ചേച്ചി എന്നോട് പൊയ്ക്കൊള്ളാൻ പറയുമെന്ന്. ബബിതയുടെ സ്വരത്തിൽ സങ്കടം കലർന്നു. മോളെ, അമ്മയല്ലേ വന്ന് വിളിച്ചത്. പോകാതിരുന്നാൽ അത് അനുസരണക്കേടല്ലേ? അമ്മയ്ക്കത് ക്ഷീണമല്ലേ? എവിടെയെല്ലാം അമ്മ തോറ്റു. വല്ലപ്പോഴും അമ്മയ്ക്കൊന്ന് ജയിക്കണ്ടേ? ഇത്തവണ മോളൊന്ന് തോറ്റു കൊടുക്കണം. ചേച്ചി, ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ അമ്മയുടെ അടുത്ത് വന്നോളാം എന്നങ്ങ് പറഞ്ഞാൽ പോരെ? എനിക്ക് അവിടെ വന്ന് അലീന ചേച്ചിയെ കാണണം. എന്നിട്ടേ ഞാൻ പോത്തുള്ളൂ. മാത്രമല്ല, എൻ്റെ ഡ്രസ്സുകളൊക്കെ എടുക്കണ്ടേ? അതൊക്കെ ഞാൻ ബൈജുവിൻ്റെ കയ്യിൽ കൊടുത്തങ്ങ് അയച്ചോളാം. വേണ്ട. ബബിത പിണങ്ങിക്കഴിഞ്ഞു. അലീന വാത്സല്യത്തോടെ വിളിക്കുകയാണ്. മോളൂ, വേണ്ട. നീ വേണം അമ്മയെ മയപ്പെടുത്താൻ. ഇപ്പോൾ നിനക്കതിന് കഴിയും. നിനക്കതിനുള്ള ക്ഷമയും പാകതയും ബുദ്ധിയും എല്ലാം വേണ്ടുവോളമുണ്ട്. വീണ്ടും ബബിത പറയുകയാണ്. അമ്മ ഇപ്പം എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മയുടെ രഹസ്യങ്ങളൊന്നും പപ്പയിലൊന്നും ഞാൻ അറിയാനിടയാകരുത്. ആയിക്കോട്ടെ, പക്ഷെ നിനക്ക് അമ്മയുടെ മനസ്സിലെ മഞ്ഞുരുക്കാൻ പറ്റും. ഞാൻ പോയാലേ അമ്മയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. നീ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ബബിത മിണ്ടാതെ നിൽക്കുകയാണ്. വീണ്ടും അലീന വിളിക്കുകയാണ്. മോളൂ, പോവാൻ പറ്റില്ലേ? ഒരു ഉമ്മ തരട്ടെ? ഉമ്മ. ബബിതയ്ക്ക് അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വാത്സല്യം കിട്ടിക്കഴിഞ്ഞു. അവൾ പറയുകയാണ്. താങ്ക് യു ചേച്ചി. ഞാൻ പപ്പയെ ഒന്ന് വിളിക്കട്ടെ? ഇത് പറഞ്ഞിട്ട് അലീന കോൾ കട്ട് ചെയ്തു. സ്റ്റാൻലി ബാൽക്കണിക്ക് വെളിയിൽ ടെറസിലൂടെ കൈകൾ പിന്നിൽ കെട്ടി നടക്കുകയായിരുന്നു. അപ്പോഴാണ് അലീനയുടെ കോൾ. പപ്പ, ബബിത ഇപ്പോൾ വിളിച്ചിരുന്നു. അവളെല്ലാം പറഞ്ഞു. പപ്പ ഒന്നിറങ്ങി താഴേക്ക് ചെല്ലുവോ? എന്തിന്? നിങ്ങൾ തമ്മിൽ ഒന്ന് കാണണം. അമ്മയുടെ അടുത്ത് എന്തെങ്കിലും 2 വാക്ക് പപ്പ സംസാരിക്കണം. അമ്മയുടെ മനസ്സൊന്ന് അലിയട്ടെ പപ്പ, പപ്പയുടെയും. അതുകൊണ്ട് എന്ത് ഗുണം? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു. ഒന്നും തിരിച്ചെടുക്കാനോ തിരുത്താനോ പറ്റില്ല. പപ്പ, ഒന്നുമില്ലെങ്കിൽ സ്നേഹത്തോടെ 2 വാക്ക്. ഒന്നും തിരികെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പപ്പയൊന്ന് സംസാരിക്കേ. പപ്പയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കും കൊടുങ്കാറ്റടങ്ങുന്നത് പോലെ മനസ്സ് ശാന്തമാകുന്നത്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അലീന? സ്റ്റാൻലി ശുണ്ഠിയോടുകൂടി സംസാരിക്കാൻ തുടങ്ങി. പപ്പ പ്ലീസ്, എന്നെ പ്രസവിച്ച അമ്മയല്ലേ അത്? പപ്പയുടെ മോളല്ലേ ഞാൻ? നിങ്ങൾ 2 പേരും സംസാരിക്കുമ്പോൾ ഞാനാണ് നിങ്ങൾക്കിടയിലുള്ളത്. ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ പപ്പ. സ്റ്റാൻലി നിഷേധാർത്ഥത്തിൽ തല വെട്ടിച്ചുവെങ്കിലും മിണ്ടാതെ നിന്നു. പപ്പ, എനിക്ക് വേണ്ടി. പപ്പ ഒന്നും മിണ്ടണ്ട, വെറുതെ ഇറങ്ങിച്ചെന്നാൽ മാത്രം മതി. അലീന കെഞ്ചുകയാണ്. നീ ഫോൺ വെക്ക്. സ്റ്റാൻലി കോൾ കട്ട് ചെയ്തു. എന്നിട്ട് പിന്തിരിഞ്ഞപ്പോൾ വാതിലിനപ്പുറത്ത് ബബിത. പപ്പ, ഞാൻ അമ്മയുടെ കൂടെ പോയിക്കോട്ടെ? ഇതെന്താ ഇത്ര പെട്ടെന്ന്? എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതല്ലേ? അലീനയോട് നീ ചോദിച്ചോ? ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു അമ്മയെ അനുസരിക്കണമെന്ന്. ഓ, അത് ശരി. അപ്പോൾ കുളത്തുപുഴയ്ക്ക് ഇനി നീ വരുന്നില്ല? വരും പപ്പ. അലീന ചേച്ചിയെപ്പോലെ തന്നെയാണ് ഞാനും. എനിക്കും അച്ഛനുമുണ്ട്, പപ്പയുമുണ്ട്. ബബിതയുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. സ്റ്റാൻലിക്ക് അത് കണ്ടപ്പോൾ വല്ലായ്മ തോന്നി. തനിക്ക് പിറക്കുവാൻ ആഗ്രഹിച്ച മകളെന്ന് അവളോട് പറഞ്ഞത് വെറുതെ അല്ല. താൻ ഒരിക്കൽ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു, അമ്മയെപ്പോലെ തന്നെ സുന്ദരിയായൊരു മകൾ ജനിക്കുവാൻ. ബബിതയെ ആദ്യം കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു. അമ്മയെപ്പോലെ തന്നെ, പക്ഷേ അച്ഛൻ താനല്ല എന്നൊരു നിരാശ ബാക്കിയായി. ഇപ്പോൾ അതും മറഞ്ഞു. സ്വന്തം അച്ഛനെ പോലെ തന്നെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ പെൺകിടാവിൻ്റെ മുൻപിൽ ജന്മബന്ധമെന്ന സ്വാർത്ഥതയ്ക്ക് എന്താണ് അർത്ഥം? ബബിത നിറകണ്ണുകളോടുകൂടി പറയുകയാണ്. പപ്പ എന്നെ നല്ലതുപോലെ നോക്കി. ഇങ്ങനൊരു കേസ് വന്നപ്പോഴാണ് എനിക്കത് ശരിക്കും മനസ്സിലായത്. താങ്ക് യു പപ്പ. അപ്പോൾ സ്റ്റാൻലി, നീ കണ്ണു തുടയ്ക്കേ. ബബിത കണ്ണുനീരൊപ്പി. പോയിട്ട് വാ. ഇനിയിപ്പോൾ ഞാനോ അലീനയോ നിന്നെ അങ്ങോട്ട് ക്ഷണിക്കേണ്ടതില്ലല്ലോ. നിന്റെയും കൂടെ വീടല്ലേ അത്? അപ്പോൾ ബബിത ചോദിക്കുകയാണ്. പപ്പ വരുന്നുണ്ടോ താഴേക്ക്? സ്റ്റാൻലി 2 നിമിഷം ആലോചിച്ചു നിന്നു. എന്നിട്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ബബിത വരാൻ കാത്തിരിക്കുകയായിരുന്നു വൈജയന്തി. പക്ഷേ സ്റ്റാൻലിയാണ് ആദ്യം സ്റ്റെയർ കേസ് ഇറങ്ങിയത്. തൊട്ടു പിന്നാലെ ബബിതയും സ്റ്റെപ്പുകൾ ഇറങ്ങി. സ്റ്റാൻലി രംഗത്തേക്ക് വരുമെന്നൊരു ധാരണ ഇല്ലാതിരുന്നതിനാൽ മാമച്ചൻ അല്പം പതറി. എങ്കിലും അയാളത് സമർത്ഥമായി മറച്ചു. വൈജയന്തി ശിവശങ്കരമേനോന് നേരെ അല്പം തിരിഞ്ഞിരുന്നു. സ്റ്റാൻലിയെ അബദ്ധത്തിൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരരുത്. സ്റ്റാൻലി താഴെയെത്തി. ബബിതയും. ബബിത വിളിക്കുകയാണ്. അമ്മേ. വൈജയന്തിക്ക് മുഖം തിരിച്ചു നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അലീന ചേച്ചിയോട് ചോദിച്ചു. അമ്മയുടെ കൂടെ പൊയ്ക്കോളാൻ ചേച്ചി സമ്മതിച്ചു. വേഗം റെഡിയായിട്ട് കാറിലേക്ക് വന്നേക്ക്. വൈജയന്തി എഴുന്നേറ്റു. ഇറങ്ങിപ്പോയി കാറിലിരിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. പെട്ടെന്ന് ബബിതയുടെ ശബ്ദം. അങ്കിൾ. അവൾ സ്റ്റാൻലിയുടെ നേർക്ക് കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടിക്കൊണ്ട് പറയുകയാണ്. ഇത് സ്റ്റാൻലി പപ്പ. ഇദ്ദേഹത്തെയാണ് ഹോട്ടലിൽ വെച്ച് എൻ്റെ കൂടെ അമ്മ കണ്ടത്.
ശിവശങ്കരമേനോൻ ഒരു ഉൾക്കിടിലത്തോടെ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കി. സ്റ്റാൻലി ജോസഫ് 23 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പള്ളി കൈതക്കൽ വീട്ടിൽ വന്ന് വൈജയന്തിയെ കാണണമെന്നാവശ്യപ്പെട്ട ചെറുപ്പക്കാരൻ്റെ മുഖവും ഈ മുഖവും തമ്മിൽ എന്തുമാത്രം അന്തരം. അന്ന് വൈജയന്തി ഗംഗേട്ടനോടൊപ്പം ഡൽഹിയിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നുവെന്ന് ശിവശങ്കരമേനോൻ ഓർത്തു. നിനക്ക് തരാൻ കൈതക്കൽ മാളിക വീട്ടിൽ പെണ്ണില്ല, ഇനി 7 തലമുറ കഴിയണം അങ്ങനൊരു ജന്മം വരാൻ. അവഹേളിച്ചാണ് തിരിച്ചയച്ചത്. ഇന്ന് അതേ സ്റ്റാൻലി ജോസഫ് തൻ്റെ മുൻപിൽ, വൈജയന്തിയുടെ മുൻപിൽ. രംഗം വഷളായേക്കുമോ എന്ന് ശിവശങ്കരമേനോൻ ഭയപ്പെട്ടു. സ്റ്റാൻലി ശിവശങ്കരമേനോൻ്റെ അടുത്തേക്ക് ചെന്നു. ഐ ആം സ്റ്റാൻലി ജോസഫ്. പുനലൂരിൽ കൊട്ടാരമറ്റത്തിൽ എന്ന് പറയും വീട്ടുപേര്. ശിവശങ്കരമേനോൻ വിക്കി പറയുകയാണ്. ഞാൻ ശിവശങ്കരമേനോൻ. പാലായിലാണ് വീട് അല്ലേ? അതെ, പാലായിൽ ഞാൻ വന്നിട്ടുണ്ട് 23 വർഷം മുമ്പ്. ഒരു കല്യാണാലോചനയ്ക്ക് വന്നതാണ്, പക്ഷെ അത് നടന്നില്ല. ശിവശങ്കരമേനോൻ വീർപ്പടക്കി. വിഷയം മാറ്റിവിടുവാൻ വേണ്ടി ശിവശങ്കരമേനോൻ ചോദിക്കുകയാണ്. മിസ്റ്റർ സ്റ്റാൻലി എന്തു ചെയ്യുന്നു? ഞാൻ ആർമിയിലായിരുന്നു. ഇപ്പോൾ കുറച്ച് കൃഷിയൊക്കെയായി വീട്ടിൽ തന്നെയാണ്. മിസ്റ്റർ മേനോനോ? ഞാനും വീട്ടിൽ തന്നെയാണ്. മുൻപ് ഗൾഫിലായിരുന്നു. വൈജയന്തിയുടെ നേർക്കൊന്ന് നോക്കിയിട്ട് സ്റ്റാൻലി ശിവശങ്കരമേനോനോട് ചോദിക്കുകയാണ്. ഭാര്യയായിരിക്കും ഇത് അല്ലേ? അല്ല, എൻ്റെ സഹോദരിയാണ്. ഉടനെ ബബിത, പപ്പ അതെൻ്റെ അമ്മയാണ്. ഓ ഐ സി. നീ എന്നിട്ട് എന്തുകൊണ്ട് എന്നെ പരിചയപ്പെടുത്തിയില്ല? ഞാൻ ഓർത്തു പപ്പയ്ക്ക് മനസ്സിലായി കാണുമെന്ന്. ബബിത ഒരു ഗൂഢസ്മിതത്തോടെയാണത് പറഞ്ഞത്. സ്റ്റാൻലി അപ്പോൾ നെറ്റിച്ചുളിച്ച് ഓർക്കുവാൻ ശ്രമിക്കുന്നത് പോലെ പറയുകയാണ്. നീ ഒരു പേരെന്നോട് പറഞ്ഞിരുന്നല്ലോ. ഓ മോളെ, ഞാനതങ്ങ് മറന്നുപോയി. പെട്ടെന്ന് ബബിത, വൈജയന്തി. ആ അത് തന്നെ. സ്റ്റാൻലി വൈജയന്തിയുടെ നേർക്ക് നാടകീയമായി ഒന്ന് തിരിഞ്ഞു. മിസ്സസ് വൈജയന്തി എന്തു ചെയ്യുന്നു? സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കാതെ ശ്വാസം പിടിച്ചുകൊണ്ട് വൈജയന്തി ഒറ്റ വാക്കിൽ പറഞ്ഞു. ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. വെരി ഗുഡ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. ഗുഡ്. എത്ര കുട്ടികളുണ്ട്? 3 പേർ. എനിക്ക് 3 അല്ല 4 ഉണ്ട് മക്കൾ. എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. ബബിത പറഞ്ഞു. കുറേയൊക്കെ അറിയാം. അവൾ നല്ല കുട്ടിയാണ്. ഇങ്ങനെയൊരു മകൾക്ക് വേണ്ടിയാണ് അച്ഛനമ്മമാർ കൊതിക്കുന്നത്. സ്റ്റാൻലി പറഞ്ഞു നിർത്തി. ബബിത അത് കേട്ട് ആശ്ചര്യസ്തബ്ധയായി നിന്നുപോയി. മാമച്ചനും ഗ്രേസമ്മയും അലസമായി അങ്ങിങ്ങി നോക്കി. തങ്ങളുടെ നോട്ടം പാളിപ്പോയാൽ ഇപ്പോൾ സംസാരിക്കപ്പെട്ട വാക്കുകളുടെ അർത്ഥം മാറുമെന്ന് അവർക്കറിയാമായിരുന്നു. വീണ്ടും വൈജയന്തിയോട് സ്റ്റാൻലി ചോദിക്കുകയാണ്. മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് അല്ലേ? ശരി, നടക്കട്ടെ. സ്റ്റാൻലി പിന്നെ അവിടെ നിന്നില്ല. ഒരു സൈനികന്റെ ചടുലമായ ചുവടുവെപ്പുകളോടെ അയാൾ കോണിപ്പടി കയറുവാൻ തുടങ്ങി. വൈജയന്തിക്ക് അപ്പോഴാണ് ശ്വാസം വീണ്ടും കിട്ടിയത്. ശിവശങ്കരമേനോൻ ആശ്വാസത്തോടെ നെടുവീർപ്പയച്ചു. കൂടുതൽ സംസാരം ഒന്നും ഉണ്ടായില്ല. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ബബിത രേവതിക്കുട്ടിയുടെ മുറിയിലേക്ക് ഓടി. അവിടെ എത്തിയതും അവൾ വാതിലടച്ച് ഉടൻ തന്നെ അലീനയെ ഫോണിൽ വിളിച്ചു. അലീന ചേച്ചി, ആ കൂടിക്കാഴ്ച ഗംഭീരമായിട്ട് നടന്നു കേട്ടോ. അവളത് വിവരിച്ച് കേൾപ്പിച്ചു. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്. ഇക്കൊല്ലത്തെ ഏറ്റവും മികച്ച നടനുള്ള ഓസ്കാർ പപ്പയ്ക്ക് തന്നെ കൊടുക്കണം. മികച്ച നടി അമ്മയും. മറുവശത്ത് നിന്ന് ശബ്ദമില്ല. അലീന ചേച്ചി ആ രംഗം മനസ്സിൽ കാണുകയായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. എന്താ ചേച്ചി മിണ്ടാത്തെ? ഷോ, ഞാനും കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോയി മോളെ. ബബിത അപ്പോൾ പറയുകയാണ്. ഞാൻ പിന്നെ വിളിക്കാമേ, എനിക്ക് ഉടനെ പോകണം. അവൾ ഫോൺ കട്ട് ചെയ്തു. ബബിത ഡ്രസ്സ് മാറി താഴെ എത്തുമ്പോഴേക്കും ശിവശങ്കരമേനോനും വൈജയന്തിയും കാറിൽ കയറി കഴിഞ്ഞിരുന്നു. മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും ചിന്നുമോളും അവരെ യാത്രയയക്കുവാൻ വേണ്ടി കാറിൻ്റെ അരികിൽ വന്ന് നിൽപ്പുണ്ട്. ബബിത എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി. കാറ് നീങ്ങുമ്പോൾ വൈജയന്തി ഒരു കാഴ്ച കണ്ടു. ടെറസിൽ സന്ധ്യാകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കി നിൽക്കുന്ന സ്റ്റാൻലി. വൈജയന്തി അബദ്ധം പിണഞ്ഞതുപോലെ നോട്ടം മാറ്റി കാറിൻ്റെ ചില്ലുയർത്തി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.